ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ അപൂർവ ചുവന്ന പശുക്കിടാവ് ഗലീലയിൽ ജനിച്ചു. യെരുശലേം, ഇസ്രായേലിലെ ഗലീലിയ കുന്നുകളിലെ ഒരു ഡയറി ഫാമിൽ അടുത്തിടെ ഒരു അപൂർവ ചുവന്ന പശുക്കിടാവ് ജനിച്ചു. ഇതിനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് ദി റെഡ് ഹൈഫറിലെ ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഇതിനെ പ്രത്യേകം പരിചരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ടെമിമ എന്നു പേരിട്ടിരിക്കുന്ന പശുക്കിടാവിനെ നിലവിൽ ഹാലാക്കിക് പ്രായോഗിക പരിഗണനകൾക്കായി പരിശോധിച്ചു വരികയാണ്. പിരിയോണ് എന്ന കമ്പനിക്കുവേണ്ടി ഡയറി കളപ്പുരകളിലും കന്നുകാലി ഫാമുകളിലും കൃത്രിമ ബീജസങ്കലനത്തിൽ വിദഗ്ധനായ ഫ്ലൈ ഗിവോണ ആണ് ഈ അസാധാരണത്വം കണ്ടെത്തിയത്. പശുവിനെ ചുവന്ന ആംഗസ് സൈർ ബീജസങ്കലനം ചെയ്തതായി ഗവോണ് പറഞ്ഞു. ചുവന്ന പശുക്കൾ ജനിക്കുന്നത് അപൂർവമാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് വിശദീകരിച്ചു. ജനിച്ച് അധികം താമസിയാതെ ആവശ്യാനുസരണം പശുക്കിടാവിന്റെ ചെവിയിൽ ഒരു ടാഗ് ഘടിപ്പിച്ചു. മൃഗത്തിന്റെ കഴിവുകൾ വ്യക്തമായതിനുശേഷം ടാഗ് നീക്കം ചെയ്തു. കഴിഞ്ഞ ആഴ്ച റബ്ബി അസാരിയ ഏരിയൽ പശുക്കിടാവിന്റെ സമഗ്രമായ പരിശോധന നടത്തി. അത് പൂർണ്ണമായും ചുവന്നതാണെന്ന് അദ്ദേഹം സാക്ഷീകരിച്ചു. പക്ഷേ ഇയർ ടാഗ് ഘടിപ്പിച്ചതുമൂലമുള്ള ഒരു ചെറിയ വൈകല്യം പശുക്കിടാവിനുണ്ടായി. അത് മാറിക്കിട്ടാനുള്ള പരിശ്രമത്തിലാണ് പരിചരിക്കുന്നവർ. ബൈബിളിൽ സംഖ്യാപുസ്തകത്തിൽ 19 മത്തെ അധ്യായത്തിൽ യെരുശലേം ദൈവാലയത്തിലേക്ക് യാഗത്തിനായി ഊനമില്ലാത്ത, മറ്റു നിറങ്ങളൊന്നുമില്ലാത്ത സമ്പൂർണ്ണ ചുവന്ന പശുക്കിടാവിന്റെ ഉപയോഗം വിവരിക്കുന്നുണ്ട്. യഹൂദന്റെ ചിരകാല സ്വപ്നമായ മൂന്നാം യെരുശലേം ദൈവാലയ നിർമ്മിതി നടക്കുമ്പോൾ ഈ ചുവന്ന പശുക്കിടാവിന്റെ ആവശ്യം അനിവാര്യമാണ്. ചുവന്ന പശുക്കൾ ജനിക്കുന്നത് അപൂർവമാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് വിശദീകരിച്ചു. ജനിച്ച് അധികം താമസിയാതെ ആവശ്യാനുസരണം പശുക്കിടാവിന്റെ ചെവിയിൽ ഒരു ടാഗ് ഘടിപ്പിച്ചു. മൃഗത്തിന്റെ കഴിവുകൾ വ്യക്തമായതിനുശേഷം ടാഗ് നീക്കം ചെയ്തു. കഴിഞ്ഞ ആഴ്ച റബ്ബി അസാരിയ ഏരിയൽ പശുക്കിടാവിന്റെ സമഗ്രമായ പരിശോധന നടത്തി. അത് പൂർണ്ണമായും ചുവന്നതാണെന്ന് അദ്ദേഹം സാക്ഷീകരിച്ചു. പക്ഷേ ഇയർ ടാഗ് ഘടിപ്പിച്ചതുമൂലമുള്ള ഒരു ചെറിയ വൈകല്യം പശുക്കിടാവിനുണ്ടായി. അത് മാറിക്കിട്ടാനുള്ള പരിശ്രമത്തിലാണ് പരിചരിക്കുന്നവർ. ബൈബിളിൽ സംഖ്യാപുസ്തകത്തിൽ 19 മത്തെ അധ്യായത്തിൽ യെരുശലേം ദൈവാലയത്തിലേക്ക് യാഗത്തിനായി ഊനമില്ലാത്ത, മറ്റു നിറങ്ങളൊന്നുമില്ലാത്ത സമ്പൂർണ്ണ ചുവന്ന പശുക്കിടാവിന്റെ ഉപയോഗം വിവരിക്കുന്നുണ്ട്. യഹൂദന്റെ ചിരകാല സ്വപ്നമായ മൂന്നാം യെരുശലേം ദൈവാലയ നിർമ്മിതി നടക്കുമ്പോൾ ഈ ചുവന്ന പശുക്കിടാവിന്റെ ആവശ്യം അനിവാര്യമാണ്. ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുമ്പോൾ ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വേഗം വരുന്നു.